എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ രണ്ട് കള്ളന്മാരെ കാണിക്കും. അവരുടെ കയ്യിലാണെങ്കിൽ നിറയെ കാശ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ലോങ് ഷോട്ടിലായിട്ട് ഏസ് അവരെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. അവരുടെ കയ്യിലുള്ള ആ ക്യാഷ് അതടിച്ചു മാറ്റാനാണ് ഇപ്പൊ ഏസ് കരുതി കൂട്ടി അവിടെ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. മറ്റൊരു ഭാഗത്ത് നമ്മുടെ കഥാനായകൻ ലൂഫി അവൻ ഏസിന്റെ പിന്നാലെ ഓടി ഓടി ഇപ്പോ ഫോഗൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ നിറയെ സാധനങ്ങളൊക്കെ അലക്ഷ്യമായിട്ട് വാരി വലിച്ചു കൂട്ടിയിട്ടേക്കുന്നതായിട്ട് അവൻ കാണും. അത് ആക്ച്വലി ഒരു ചേരി പ്രദേശമാണ്. അവിടെ പ്രത്യേകിച്ച് നിയമങ്ങളോ നിയമപാലകരോ അങ്ങനെ ആരുമില്ല. അനാഥരും ആരും ഇല്ലാത്തവരും കൊള്ളക്കാരും അങ്ങനെ സൊസൈറ്റിയിലെ ഏറ്റവും താഴത്തുള്ള ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത്. ലൂഫി ആണെങ്കിൽ ആ സ്ഥലത്തേക്ക് വന്ന് അവിടെയെല്ലാം കയറി ഇറങ്ങി നടക്കുകയാണ്. ഏയ്സ് ഏയ്സ് എന്ന എല്ലാ മുക്കിലും മൂലയിലും കയറി നിന്ന് അവൻ കൂവി വിളിക്കും. പക്ഷെ ഏസിന്റെ പൊടി പോലും അവിടെ ഇല്ല. കട്ട് ചെയ്ത നമ്മുടെ ഏസ് രണ്ട് കള്ളന്മാരെയും അങ്ങനെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ച് ഇട്ടിക്കുകയാണ്. ഏസിന്റെ ലക്ഷ്യം അവരുടെ കയ്യിലുള്ള പണം തട്ടിയെടുക്കുക എന്നതാണ്. അപ്പൊ മറ്റൊരു ഭാഗത്ത് കുറെ ആൾക്കാര് അവരെല്ലാവരും ചേർന്ന് ആ വേസ്റ്റുകൾക്കെല്ലാം ഇടയില് വാല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമോ എന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു അടിപൊളി മാല അത് കിട്ടുകയാണ്. ഉടനെ ഒരു മൊട്ടത്തലയൻ അവൻ കത്തിയൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ മാല തട്ടിയെടുത്ത് ഓടി വരും. അവൻ ഓടി വരുന്നത് നമ്മുടെ ലൂഫിയുടെ അടുത്തേക്കായിരിക്കും. ലൂഫിയെയും തട്ടി മാറ്റി അവൻ മുൻപോട്ടേക്ക് കുതിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ അപ്പോഴും അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഏസിനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ നടന്ന് ദൂരത്തായിട്ട് ഒരു കാടവൻ കാണും. ആ കാട്ടിലൂടെ ഏസ് ഒരു ചാക്കുമായിട്ട് നടന്നു പോകുന്നത് കണ്ട നമ്മുടെ ലൂഫി ആണെങ്കിൽ നൈസായിട്ട് അവനെ ഫോളോ ചെയ്യും. ആക്ച്വലി ആ കാട്ടില് ഏസിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഒരു തൊപ്പിക്കാരൻ. ഏസ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവന്റെ അടുത്തേക്ക് വരും. ഇവർ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട പരിപാടി കള്ളന്മാരിൽ നിന്നും പ്രഷറും പണമൊക്കെ അടിച്ചു മാറ്റി ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക എന്നതാണ്. ആക്ച്വലി അവർ തമ്മിൽ ഒരു മത്സരമുണ്ട്. ആരാണ് കൂടുതൽ പണം അത് കളക്ട് ചെയ്തുകൊണ്ട് വരിക എന്നൊരു മത്സരം. നമ്മുടെ ഏസ് അവനൊരു കില്ലാടി ആയതുകൊണ്ട് തന്നെ എപ്പോഴത്തെ ഈ മത്സരത്തില് അവനായിരിക്കും ജയിക്കുക. ഇവരുടെ രണ്ടുപേരുടെ ആഗ്രഹം വലിയൊരു പൈറട്ടായി മാറി ഈ കടലിലൂടെ സെയിൽ ചെയ്ത് നടക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ് അവർ ഈ പണം മുഴുവൻ ആ മരത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അവരങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ലൂഫി പയ്യൻ അവനിപ്പോ മരത്തിന്റെ താഴെ ഇരുന്ന് അവരെ നോക്കി ചിരിക്കുകയാണ്. ഓ, അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ പ്ലാനിങ്. ആക്ച്വലി നിങ്ങളെ പോലെ തന്നെ എനിക്കും പൈലറ്റ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ കൂടെ നിങ്ങളുടെ ടീമിൽ ചേർത്തൂടെ ചോദിച്ച് അവനിപ്പോ പൊട്ടിച്ചിരിക്കും. ഒരു രണ്ടുപേരും ഇപ്പൊ ഫുൾ കലിപ്പില് മരത്തിൽ നിന്ന് താഴേക്ക് ചാടി ഇറങ്ങും. അതിനുശേഷം ലൂഫി അറഞ്ഞ പുറഞ്ഞ അടിച്ച് അവന്റെ ചെവിക്ക് ഒരു കിഴുക്കൊക്കെ കൊടുത്ത് ആ മരത്തില് ഇപ്പൊ കെട്ടിയിടുകയാണ്. ലൂഫിക്ക് അപ്പോഴും നമ്മുടെ ആൾക്കാരോട് യാതൊരു ദേഷ്യവും ഇല്ല. എയ്സ് ഓൾറെഡി ലൂഫിയുടെ കാര്യം അവനോട് പറഞ്ഞിട്ടുണ്ട്. അവരെന്നെ എന്ത് ചെയ്യുന്നു കൂലങ്കക്ഷായിട്ട് ആലോചിച്ച് നിൽക്കും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ഈസ് എല്ലാ ദിവസവും ഇത്രയും ദൂരം പോയിട്ടാണ് തിരികെ വീട്ടിലേക്ക് വരുന്നതെന്ന് ഓർത്തായിരിക്കും അത്ഭുതം തോന്നുക. എയ്സും അവന്റെ ഫ്രണ്ടും അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കും. നമ്മുടെ സീക്രട്ട് ഇവ മനസ്സിലാക്കി കഴിഞ്ഞു. അതിവൻ പുറത്തു പറഞ്ഞ അത് വലിയ പ്രശ്നമാണ്. സോ ഇപ്പൊ തന്നെ നമ്മളത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് രണ്ടുപേരും ടെററായിട്ട് ലൂഫിയെ നോക്കും. അടുത്ത നിമിഷം നമ്മുടെ ലൂഫി അവനാണെങ്കിൽ നിലവിളിച്ച് കരയും. അത് കേട്ട് പേടിച്ച് എയ്സിന്റെ ഫ്രണ്ട് അയ്യോ ഇല്ല നീ വായടയ്ക്ക്, നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ലൂഫിയുടെ നിലവിളി അത് എയ്സ് അടിച്ചു പഞ്ചറാക്കിയ ആ രണ്ട് പൈററ്റ്സ് അവരുടെ ടീമിലുള്ള ആൾക്കാര് കറക്റ്റായിട്ട് കേൾക്കും. അവരിപ്പോ ആ ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി നടന്നെടുക്കുകയാണ്. ഇവിടെ എയ്സ് ആണെങ്കിൽ അവര് വരുന്നു മനസ്സിലാക്കിയ ഉടൻ തന്നെ ലൂഫിയുടെ കെട്ടഴിച്ചു വിടും. അതിനുശേഷം അവർ മൂന്നുപേരും ആ പൈററ്റ്സ് ടീമിന്റെ കണ്ണിൽ പെടാതെ ഒരു കാട്ടിൽ പോയി ഒളിച്ചു നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ കൂടുതൽ ക്ലോസപ്പിൽ അവരെ വാച്ച് ചെയ്യാനായിട്ട് അവരുടെ അടുത്തേക്ക് പോകും. ഉടനെ ആ മെയിൻ തലവൻ അവൻ കറക്റ്റായിട്ട് ലൂഫിയെ കണ്ടുപിടിച്ച് അങ്ങനെ ഉയർത്തിയെടുക്കുകയാണ്. ലൂഫി നിലവിളിക്കും, ഏയ്സ് ഓടിവായോ, എന്നെ രക്ഷപ്പെടുത്ത്. അവരാണെങ്കിൽ ഓൾറെഡി ഏസിനെ അന്വേഷിച്ചാണ് അവിടേക്ക് വന്നത്. സോ ലൂഫിക്ക് എയ്സിനെ നന്നായിട്ട് അറിയാമെന്ന് അവർക്ക് മനസ്സിലാവും. ഇവിടെ എയ്സ് അവനാണെങ്കിൽ ആ കാടിന്റെ അകത്ത് പേടിച്ചു വരച്ച് അങ്ങനെ ഒളിച്ചിരിക്കും. ഉടനെ ആ മെയിൻ വില്ലൻ അവനിപ്പോ ലൂഫിയെ പിടിച്ചു വലിച്ച് അവനോട് ചോദിക്കും, സത്യം പറയ്, എയ്സ് അടിച്ചു മാറ്റിയ ഞങ്ങളുടെ പണം അതെവിടെ? എയ്സ് നിന്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞ്, സോ നിനക്ക് ഉറപ്പായിട്ടും അതറിയാം. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. അവൻ എന്താ ചെയ്യേണ്ടെന്നറിയാതെ അകച്ചു നിൽക്കും. അതേസമയം ആളുടെ ചോദ്യവും ലൂഫിയുടെ ഭാവമൊക്കെ കണ്ട്
ഇവിടെ എയ്സിന്റെ ഫ്രണ്ട് അവൻ തറപ്പിച്ച് പറയും, പോയി, നമ്മൾ ഇത്രയും കാലവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എല്ലാം പോയി. ലൂഫി ഉറപ്പായാലും അതെവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ എയ്സിനാണെങ്കിൽ അവനിൽ എന്തോ ഒരു വിശ്വാസം തോന്നും. ഇല്ല, അവൻ പറയില്ല എന്ന് പറഞ്ഞ് എയ്സ് ഇപ്പോ ലൂഫിയെ നോക്കും. നമ്മുടെ ചെക്കനാണെങ്കിൽ കറക്റ്റായിട്ട് കള്ളം പോലും പറയാൻ അറിയില്ല. പക്ഷെ സത്യം പറഞ്ഞ പിന്നീട് ഒരിക്കലും എയ്സും അവന്റെ ഫ്രണ്ടും അവനെ കൂടെ കൂട്ടില്ല. ലൂഫി കണ്ണൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി, ചുണ്ട് വേറൊരു കോണിലേക്ക് മാറ്റി ഇപ്പോ അവന്റെ കുഞ്ഞു മനസ്സ് കല്ലാക്കി ആളോട് പറയും, എനിക്കറിയില്ല. ലൂഫിയുടെ മുഖവും ഭാവവും കാണുമ്പോൾ തന്നെ അവർക്ക് പിടികിട്ടും ലൂഫിക്ക് എല്ലാം അറിയാന്ന്. ആ മെയിൻ വില്ലൻ ആണെങ്കിൽ വീണ്ടും അവന്റെ കഴുത്ത് ഞെരിക്കും. കുഴപ്പമില്ല, നിന്റെ നഷ്ടപ്പെട്ടു പോയ മെമ്മറി അത് ഞാൻ തിരികെ കൊണ്ടുവരുന്നു പറഞ്ഞ് ലൂഫിയെ പിടിച്ചു വലിച്ച് അങ്ങനെ ദൂരേക്ക് നടന്നു പോവും. ലൂഫി ആണെങ്കിൽ നിലപിടിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എയ്സും അവന്റെ ഫ്രണ്ടും. അവരുടെ ഇപ്പോഴത്തെ ടെൻഷൻ ലൂഫിയെ കൊണ്ടുപോയതിലല്ല, അവരുടെ ട്രഷർ അതെങ്ങനെയെങ്കിലും സേഫാക്കി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റണം എന്നതിലാണ് അവരുടെ ചിന്ത. കട്ട് ചെയ്ത ഇവിടെ ലൂഫിയെ ഒരു മരത്തിൽ കൊണ്ടുവന്ന് അവർ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ മെയിൻ ലീഡർ ഒരു ചുറ്റിയൊക്കെ എടുത്ത് ലൂഫിയെ അവനെ അറഞ്ച് പുറഞ്ച് അടിക്കും. അതിന് ലൂഫി പറയും, നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. അതെവിടെയാണെന്ന് ഞാൻ പറയില്ല. മാത്രമല്ല, ഞാൻ ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. സോ എന്നെ നിങ്ങൾ എത്ര അടിച്ചാലും എനിക്ക് വേദനയ്ക്കില്ല എന്ന് പറയും. അതിനാ മെയിൻ ആള് അവനെ ഒരു കയറിൽ കെട്ടി മുകളിലേക്ക് ഉയർത്തും. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ രണ്ട് ആശാമാര് അവരാണെങ്കിൽ വാശിയിൽ 5 വർഷമായിട്ട് അവർ ചേർത്ത് വെച്ച അവരുടെ സമ്പാദ്യം അതിപ്പോ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാനുള്ള അത്രപ്പാടിലാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ മെയിൻ വില്ലൻ സ്പൈസ് ഒക്കെയുള്ള 2 ഗ്ലൗസ് എടുത്ത് അവന്റെ കയ്യിലിടും. അതിനുശേഷം ലൂഫിയുടെ തലയിൽ തന്നെ അങ്ങനെ അറഞ്ച പൊറഞ്ച അടിക്കുകയാണ്. ആ ഒരു അടിയില് ചോര തുളുമ്പി ലൂഫി നിലവിളിച്ച് കരയാൻ തുടങ്ങും. മെയിൻ വില്ലൻ ലൂഫി ഇടിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ ബാക്കിയുള്ള അസിസ്റ്റൻസിനോട് എത്രയും വേഗം എയ്സിനെയും അവന്റെ ഫ്രണ്ടിനെയും കണ്ടുപിടിക്കാനായി കാട്ടിലേക്ക് പോവാൻ പറയും. ഉടനെ അവന്റെ അസിസ്റ്റൻസ് അവര് 3 പേരും ഇപ്പൊ ആ ഒരു സ്ക്രാപ്പ് വില്ലേജും കാടും ഒക്കെ കയറി ഇറങ്ങി നടക്കുകയാണ്. വഴിയിൽ കാണുന്ന എല്ലാവരോടും അവർ എയ്സിനെ കുറിച്ചും അവന്റെ ഫ്രണ്ടിനെ കുറിച്ചും ചോദിക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് എയ്സിന്റെ ഫ്രണ്ട് അവൻ ആ കാര്യം കണ്ട് ഷോക്കാവും. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇത്രയും സമയമായിട്ടും ലൂഫി അവൻ സത്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ലൂഫിയുടെ ഗതി അതെന്തായിട്ടുണ്ടാവും ആലോചിച്ച് അവന് കുറച്ച് പേടിയാവും. ഇവിടെ എയ്സ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഈവനിങ് ആവുമ്പോഴേക്കും അവരുടെ ട്രഷർ എല്ലാം തന്നെ മറ്റൊരു ഭാഗത്തേക്ക് സേഫാക്കി മാറ്റും. അപ്പോഴായിരിക്കും അവന്റെ ഫ്രണ്ട് അവനിപ്പോ 100-110 ഓടി എയ്സിന്റെ അടുത്തേക്ക് വരാ. എയ്സ് ടെൻഷനായിട്ട് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? ലൂഫി എല്ലാ കാര്യങ്ങളും പറഞ്ഞു അല്ലേ? അതിനവൻ പറയും, ഇല്ല, അവൻ ഇതുവരെയായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. അവരവനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്, എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. അത് കേൾക്കുമ്പോ എയ്സിനും പാവം തോന്നും. കട്ട് ചെയ്ത ആ പൈററ്റുകളുടെ എല്ലാം തന്നെ മെയിൻ വില്ലൻ അവനാണെങ്കിൽ ആ പണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈവനിങ് ആയിട്ടും പണം ആളുടെ കയ്യിലെത്തിയിട്ടില്ല. ഈ മെയിൻ പൈററ്റിന്റെ പേര് ബ്ലൂ ജാം എന്നാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ബോധമില്ല. ആ വില്ലൻ പൈററ്റിന്റെ ഗ്ലൗസ് അതിൽ മുഴുവൻ ചോര. ചുറ്റുമുള്ളവര് ഇപ്പൊ അവനോട് പറയും, മതി, ഇനി ഒരടി കൂടെ കൊടുത്താ ഉറപ്പായാലും ആ ചെക്കന്റെ കാറ്റ് പോവും. അതിനാ വില്ലൻ കായ് ചുരുട്ടി അവസാനമായിട്ട് ലൂഫി ആഞ്ഞടിക്കും. നിങ്ങൾ എന്തായി പറയണേ? നിങ്ങൾക്ക് നമ്മുടെ ബോസിനെ കുറിച്ച് അറിയില്ലേ? പണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവനെ കഴിഞ്ഞും ബാഡ് ആയിട്ടുള്ള അവസ്ഥയായിരിക്കും. നമുക്ക് എത്രയും വേഗം അത് കണ്ടെത്തിയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടും. ഇവന്മാരുടെ അടിയും ലൂഫിയുടെ നിലവിളിയൊക്കെ കേട്ട് ഒരുപാട് ജനങ്ങള് ഇപ്പൊ ദൂരെ നോക്കി നിൽക്കും. അവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ നിസ്സഹായരായി ലൂഫി അടികൊള്ളുന്നത് നോക്കി നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ എത്ര അടി കിട്ടിയിട്ടും തറപ്പിച്ചു പറയും, എന്നെ കൊന്നാലും ആ ട്രഷർ എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ പറയില്ല. വില്ലൻ ഗ്ലൗസ് അഴിച്ച് അവന്റെ സ്ക്വാഡ് അതെടുത്ത് വെട്ടാനായി ടാഞ്ഞു വീശുമ്പോഴായിരിക്കും ആ ഡോറും തകർത്ത് എയ്സും അവന്റെ ഫ്രണ്ടും അവര് ചാടി വീഴുക. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.